നിങ്ങളെ വല്ലാത്തൊരു ജന്മാണ്. SLCക്ക് പഠിക്കുന്ന കുട്ടികളാണ്. മാർച്ച് 4-ാം തീയതി പരീക്ഷ എഴുതാൻ പോവാണ്. മാർച്ച് 25-ാം തീയതി വരെ പരീക്ഷയുണ്ട്. ആകെ ഒരു മാസം പോലും നമ്മുടെ മുമ്പിലില്ല. അപ്പം ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ട് A+ നേടല എങ്ങനെയാണ്? കുറുക്ക് വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും നോക്കുന്ന സാധനമാണ് സോഷ്യൽ സയൻസ്. അതിലൊരു സംശയം വേണ്ട. സോഷ്യൽ സയൻസിൽ കുറുക്ക് വഴി വേണം. എളുപ്പത്തിൽ എങ്ങനെ മാർക്ക് നേടാം, അതാണ് പരിപാടി. പിന്നെ എന്തിനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്? എനിക്കറിയാം നിങ്ങളെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന്. ആദ്യം നിങ്ങൾക്ക് 21 ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. 21 ചാപ്റ്റേഴ്സ്. ഓക്കെ, 21 എങ്ങനെ വന്നു അറിയില്ല. 10 എണ്ണം നമ്മുടെ ജോഗ്രഫി SS2-ലുണ്ട്, 11 എണ്ണം SS1-ലുണ്ട്. ടോട്ടൽ 21 എണ്ണം പഠിക്കാനുണ്ടായിരുന്നു. 21. ആ 21 കുറച്ചിട്ട് എത്രയാക്കി മാറ്റി? 15 ആക്കി മാറ്റി. മൂന്നെണ്ണം മൈനസ് ചെയ്ത് 2 എന്നും 6 ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എന്ന് 3 എണ്ണം മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ 7 എണ്ണം സോഷ്യൽ സയൻസ് 2-ൽ നിന്നും 8 എണ്ണം SS1-ൽ നിന്നും സോഷ്യൽ സയൻസ് 1-ൽ നിന്നും പഠിച്ചാൽ മതി. ടോട്ടൽ 15 എണ്ണം പഠിച്ചാൽ മതി എന്നും പറഞ്ഞു. ഈ 15 എണ്ണം പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 80-ൽ 80 കിട്ടും. 80-ൽ 80 കിട്ടും. ഓക്കെ, 15 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന 6 എണ്ണവും പിന്നെ 9 കമ്പൽസറിയും പഠിച്ചാൽ 80-ൽ 80 80 കിട്ടും. ഇനി ഇതിലും എക്സ്ക്യൂസ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 15 എണ്ണം പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇനിയൊന്ന് കുറച്ച് തരുമോ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇനി എങ്ങനെയാണ് 1-2 ചാപ്റ്റേഴ്സൊക്കെ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 1-2 ചാപ്റ്റേഴ്സ് ഒഴിവാക്കുക, അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയാമോ. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് A+ ആണ്. A+. ഓക്കെ, സോഷ്യൽ സയൻസ് പരീക്ഷ 80-ലാണ്. 80-ൽ A+ കിട്ടാൻ നമുക്ക് C മാർക്ക് മുഴുവൻ കിട്ടിയാൽ 70 മാർക്ക് മതി. CE നമുക്ക് മുഴുവൻ മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർക്ക് മതി? 70 മാർക്ക് മതി. അപ്പോൾ 70 മാർക്ക് 70+ നേടിയാൽ നമുക്ക് A+ കിട്ടും. അറിയാവുന്നതാണ്. അപ്പോൾ സാർ, നമ്മൾ ഏതെല്ലാം ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റും? നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് തരുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് SS1-ന്റെ കാര്യമാണ്. SS1 സോഷ്യൽ സയൻസ് 1. ഓക്കെ, അതിൽ നമുക്ക് ആദ്യത്തെ പാഠം, ഒന്നാമത്തെ പാഠം റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ഇത് നമ്മുടെ വിപ്ലവങ്ങളുടെ പാഠമാണ്. ഓക്കെ, വിപ്ലവങ്ങളൊക്കെ പറയുന്ന പാഠം. ഇതിൽ നിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് ചോദ്യമുണ്ട്. എല്ലാവരും ഒപ്റ്റ് ചെയ്യുന്ന ചാപ്റ്ററും ഇത് തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാർ നമ്മളോട് പറയുന്നത് റെവല്യൂഷൻസ് ഒന്നാമത്തെ പാഠം എടുത്തു എന്നുള്ളതാണ്. വേൾഡ് ഇൻ 20th സെഞ്ചുറി പഠിച്ചാലും കുഴപ്പമില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ഓക്കെ, കൂടുതൽ ആളുകളും റെവല്യൂഷൻ തന്നെയാണ് എടുക്കാറുള്ളത്. ഓക്കെ, വേണമെങ്കിൽ മതി. രണ്ടാമത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസും കൾച്ചർ ആൻഡ് നാഷണലിസവും. ഇതിൽ നിന്ന് നമുക്ക് 6 മാർക്കിന്റെ ചോദ്യമുണ്ട്. ഇതിൽ ഏതാണോ ഒന്ന് പഠിച്ചാൽ മതി, ഏതെങ്കിലും ഒരു ചാപ്റ്റർ. അപ്പോൾ ഇവിടെയും ഒന്നായി 2 ചാപ്റ്ററായി 12 മാർക്കായിട്ടോ. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ സിവിക് കോൺഷ്യസ്നസ് ഉണ്ട്. സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസും അതുപോലെ സിവിക് കോൺഷ്യസ്നസും. ഇതിൽ നിന്ന് നമുക്കുള്ളത് എത്ര മാർക്കാണ് നിങ്ങൾക്ക് അറിയാവോ? നമുക്ക് 8 മാർക്കിന്റെ ചോദ്യം ഇതിൽ നിന്ന് വരുന്നുണ്ട്. എത്ര മാർക്ക് വരുന്നുണ്ട്? 8 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. 8 മാർക്സ്, 8 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ 8 മാർക്കിന്റെ ചോദ്യം ചില്ലറ ചോദ്യമാണോ? അല്ല. അപ്പോൾ ടോട്ടൽ എത്രയായി? 6 6 12 20 മാർക്കായി. 20. അപ്പോൾ ടോട്ടൽ 20 മാർക്ക് ഇവിടുന്നായി. പൊളിച്ചില്ലേ? 20 മാർക്കായി. അപ്പോൾ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് 3 എണ്ണം നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് ശ്രദ്ധിക്കണം, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്നുള്ള ചാപ്റ്റർ, നമ്മുടെ ദേശീയ കൾച്ചർ ആൻഡ് നാഷണൽ സംസ്കാരവും ദേശീയതയും എന്നുള്ള പാഠം, അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും അതുപോലെ ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠമുണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് അറിയാലോ. ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എടുത്ത് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിച്ചാൽ 20 മാർക്ക് ഉറപ്പായാലും 20 കിട്ടി. ഇനി നിങ്ങൾ നോക്കേണ്ടത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ഉണ്ട്. ഇതിന് 4 മാർക്കും 5 മാർക്കായിട്ട് ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് 9 മാർക്ക് കിട്ടും. 9 മാർക്ക്. അപ്പോൾ ടോട്ടൽ നിങ്ങൾ ആലോചിക്കാം, 5 ചാപ്റ്റേഴ്സ് നമുക്ക് ഏതിൽ നിന്ന് പഠിച്ചാൽ മതി? SS1 ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചാൽ 29 മാർക്ക് കിട്ടും. എത്ര മാർക്ക്? 29 മാർക്ക്. 5 ചാപ്റ്റേഴ്സ് ഫോർ എക്സാമ്പിൾ, ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് പഠിക്കാം, അതുപോലെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ പഠിക്കുന്നു, ഞാൻ സിവിക് കോൺഷ്യസ്നസ് പഠിക്കുന്നു. 1 2 3 ഈ 3 എണ്ണം. പബ്ബായഡും സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് തന്നെയാണ്. സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള പാഠവും, അതുപോലെ പൊതുഭരണം എന്ന് പറഞ്ഞ പാഠം, പൊതുഭരണം. ഓക്കെ, ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പൊതുഭരണം, അതുപോലെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരവും സ്വാതന്ത്ര്യവും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, യെസ്. ഇത് 1 2 3 അതുപോലെ 4 5. ഓക്കെ, 4 5. ഇത് 5 എണ്ണം പഠിച്ചാൽ 29 മാർക്കായല്ലോ. 29 മാർക്സ്. ഓക്കെ, 29 മാർക്സ് കിട്ടി. ഇനി നമ്മുടെ SS2.
SS2 സീസൺസ് ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്റർ, അതായത് ഋതുഭേദങ്ങളും സമയവും, അതുപോലെ ഇൻ സെർച്ച് ഓഫ് ദ കാറ്റ്, നമ്മുടെ കാറ്റിൻ്റെ പാഠം, ഇതിലെല്ലാവരും ഒപ്റ്റ് ചെയ്യുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ സീസൺസ് ആൻഡ് ടൈമാണ്. 99% കുട്ടികൾ, ഞാൻ കണ്ട എല്ലാ കുട്ടികളും ഒപ്റ്റ് ചെയ്തത് സീസൺസ് ആൻഡ് ടൈമാണ്. നമ്മുടെ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ഇന്ത്യ കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്, കുറച്ച് വലിപ്പമുണ്ട്. കാറ്റിൻ്റെ ചാപ്റ്റർ, കാറ്റിൻ്റെ ഉറവിടം തേടിക്കൊണ്ടേയിരിക്കണം, കുറച്ച് വലിപ്പമുണ്ട്, അതുകൊണ്ട് ആരും ചൂസ് ചെയ്യാറില്ല. എനിവേ ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് 8 മാർക്ക് ഉണ്ട്. എത്ര മാർക്ക് ഉണ്ട്? 8 മാർക്ക്. ഓക്കെ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, അതായത് പൊതുചെലവും പൊതുവരുമാനവും, പൊതുചെലവ് പൊതുവരുമാനം എന്നുള്ള പാഠം. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് 8 മാർക്ക് ഉണ്ട്. ഇത് ഓപ്ഷണൽ ചാപ്റ്റർ ആണ് കേട്ടോ, ഇത് ഓപ്ഷണലാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏതാതിന് ബാക്കിയെന്ന് അറിയാലോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ള 9ാമത്തെ പാഠമാണ് അതിന് കൂടെ ഉള്ളത്. അത് നിങ്ങൾ നോക്കേ വേണ്ട, ഇത് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ എത്ര മാർക്കായി? 12 മാർക്കായി. എത്ര മാർക്ക്? സോറി 16. 8 8 12 അല്ല 16. ഓക്കെ, 16 മാർക്കായാലോ? 16. സീസൺസ് ആൻഡ് ടൈം ഒരാൾ പഠിക്കുന്നു. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതുചെലവ് എന്നുള്ള പാഠം, പൊതുചെലവും പൊതുവരുമാനം അതും പഠിക്കുന്നു. ഓക്കെ, യെസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിങ്, വെർ ഇസ് എ കിങ്? ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള 7ാമത്തെ പാഠം. അതുപോലെ 8ാമത്തെ പാഠം റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള 8ാമത്തെ പാഠം, സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇതിൽ നിന്ന് നമുക്ക് രണ്ടും കൂടിയായിട്ട് 12 മാർക്ക്. എത്ര മാർക്കാ? 12 മാർക്ക്. രണ്ടും കൂടിയായിട്ട് 12 മാർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്മൾ 4 പാഠമാണ്, 4 ചാപ്റ്ററാണ് ഞാനിവിടെ എടുത്തത്. ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ, സാമ്പത്തിക ഭൂമിശാസ്ത്രം, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും. ഈ 4 കൂടെ പഠിച്ചാൽ 28 മാർക്കായില്ലേ? നിങ്ങളൊന്ന് നോക്ക്. യെസ്, നിങ്ങളൊന്ന് നോക്കി. 28 16 ഇവിടെ കിട്ടി, 12 അത് അടുത്ത 2 കൂടെ കിട്ടി, ടോട്ടൽ 28. അപ്പം നിങ്ങളൊന്ന് നോക്കാം. നമ്മുടെ SS1 5 പാഠങ്ങൾ പറഞ്ഞു, 29 മാർക്ക് കിട്ടി. SS2 4 പാഠങ്ങൾ പറഞ്ഞു, 28 മാർക്ക് നമുക്ക് കിട്ടി. ടോട്ടൽ എത്രയായി? 28ഉം 29ഉം കൂടെ ചേർത്താൽ 57 മാർക്കോളമായി. 57. ബാക്കി നമ്മുടെ മുന്നിൽ 9 പാഠത്തും നമുക്ക് 57+ ആയി. നിങ്ങൾ പഠിച്ച ബാക്കി ഒരുപാട് പാഠങ്ങളുണ്ട്. എത്രയുണ്ട്? 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. 6 ചാപ്റ്റേഴ്സ്. ഈ 6 ചാപ്റ്ററിൽ നിന്നും കൂടെ 13+, വെറും 13. 6 പാഠം ഏതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഏതൊക്കെയെന്ന്, ബാക്കിയുള്ള ഏതൊക്കെയെന്നല്ലോ. ഞാനിപ്പം SS1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കേരളം ആധുനികതയിലേക്ക്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ കാര്യം അവിടെ ഉണ്ട്. SS1 വേറെ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. SS1 അതുപോലെ SS2 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. SS2 വേറെ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് 3 ചാപ്റ്റർ അല്ല, 4ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. 3ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല. അവസാനത്തെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണവും സംതൃപ്തിയും എന്നുള്ള പാഠമുണ്ട് 10ാമത്തെ. ഈ 3 ചാപ്റ്റേഴ്സ് അതുണ്ട്. തൊട്ടപ്പുറത്ത് കേരള ടുവേർഡ്സ് മോഡേണിറ്റി പോലുള്ള മറ്റ് ചാപ്റ്റേഴ്സ് SS1 ഹിസ്റ്ററിയിലുണ്ട്. അതെല്ലാം കൂടെ 6 ചാപ്റ്റേഴ്സ് പുറമെ കിടക്കുക. 6 ഉണ്ട്. 9 പഠിച്ചപ്പോൾ നമുക്ക് 57 മാർക്ക് കിട്ടി. 9 ചാപ്റ്ററിന് 57 മാർക്ക് കിട്ടി. പിന്നെ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് വെറും 13 മാർക്ക്, വെറും 13. ഈ 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, 6 ചാപ്റ്ററിൽ നിന്ന് വെറും 13 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 70+ അടിച്ചിട്ട് എങ്ങോട്ടേക്ക് എത്താം? A+ അടിക്കാം. A+. അപ്പോൾ ഇതിനുള്ള മൊത്തം വഴി ഞങ്ങൾ വെട്ടിത്തരും. അപ്പോൾ അത്രയും സിമ്പിളാക്കി തന്നിട്ടുണ്ട് ഈ ചാപ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞ 9 ചാപ്റ്റേഴ്സ്, ഈ 9 ചാപ്റ്റേഴ്സിന് 60 മാർക്കോളം നമുക്ക് വരും. 9 ചാപ്റ്ററിൽ നിന്ന് 60 മാർക്ക് വേണം. ഈ 9 ചാപ്റ്റർ പഠിച്ച് മുഴുവനായിട്ട് പോയി. എന്തായാലും നിങ്ങൾ ബാക്കി പറഞ്ഞ 6 നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സാണ്, അറിയാത്തതൊന്നുമല്ല. ആ അറിയാവുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാവുന്ന എഴുതി വെച്ചാൽ 60ന് മേലെ എന്തായാലും കിട്ടും. 60+ ഉറപ്പാണ്. അതും കൂടെ ജസ്റ്റ് ഒരു 13 മാർക്ക് നിങ്ങൾക്ക് ഈ 6 ചാപ്റ്ററിൽ നിന്ന് മേടിക്കാൻ പറ്റിയാൽ, ഞാൻ പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, 100% ഉറപ്പിച്ച് പറയുന്നു, A+ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. സോ ഏകണുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. ഒരൊറ്റ ക്ലാസ്സും മിസ് ചെയ്യരുത്. ഏകണിൻ്റെ ഒരു ക്ലാസ്സും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാൻ പാടില്ല. സോഷ്യൽ സയൻസ് നമ്മൾ A+ അടിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഇച്ചിരി മിഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. A+വർക്കിലേക്ക് എല്ലാം ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഫുള്ളൊക്കെ നമുക്ക് മേടിക്കാം, എളുപ്പമാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പൂരം നമ്മളങ്ങ് സെറ്റാക്കും. ഓക്കെ, കംപ്ലീറ്റ് നെരുപ്പാക്കും. താങ്ക് യു, ബൈ, സി യു.